ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എന്തൊക്കെയാണ് മാമിന്റെ കുഞ്ഞുമക്കളെ വിശേഷം? എല്ലാരും ഹാപ്പിയാണോ? സുഖാണോ? ഓക്കേ. എല്ലാരും നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ രാവിലെ വന്ന്? ഓക്കേ, ഗുഡ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ, ഒന്ന് ജമ്പ് ചെയ്തേ. Then sit down, stand up, then raise your hands, raise down. Okay, എല്ലാരും നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നല്ലേ? ഓക്കെ, എന്നാല് നമ്മൾക്ക് ഇന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? എല്ലാവർക്കും ഇഷ്ടല്ലേ കഥ കേൾക്കാൻ? ഇഷ്ടല്ലേ? ഓക്കെ, എന്നാ രണ്ട് ഉറ്റ ചങ്ങാതിമാരുടെ കഥയാണ് മാം ഇന്ന് പറയാൻ പോകുന്നേ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ. കഥ കഴിഞ്ഞാൽ മാം കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളുമായിട്ട് വരും. അപ്പൊ എല്ലാരും ഉത്തരം പറയാൻ ശ്രമിക്കണേ. അപ്പൊ ഈ ഉറ്റ ചങ്ങാതിമാരാരൊക്കെയെന്ന് അറിയാമോ? താറാവ് കുഞ്ഞും തത്തപ്പെണ്ണും. താറാവ് കുഞ്ഞും തത്തപ്പെണ്ണും നല്ല ഉറ്റ ചങ്ങാതിമാരായിരുന്നു. പക്ഷേ ഒരു ദിവസം തത്തപ്പെണ്ണ് ആരോടും പറയാൻ, ഉറ്റ ചങ്ങാതിയായ താറാവ് കുഞ്ഞിനോട് പോലും പറയാണ്ട് അങ്ങ് പാറിപ്പോയി. അങ്ങനെ താറാവ് കുഞ്ഞ് തന്റെ ചങ്ങാതിയെ കാണാണ്ട് വിഷമിച്ചിരുന്നു. ഒരു ദിവസം താറാവ് കുഞ്ഞ് എന്ത് വിചാരിച്ചെന്നറിയോ? തത്തപ്പെണ്ണിനെ തേടി നടക്കാം. അങ്ങനെ താറാവ് കുഞ്ഞ് മെല്ലെ മെല്ലെ കുണിങ്ങി അങ്ങനെ തത്തപ്പെണ്ണിനെയും തേടി നടന്നു. അങ്ങനെ നടന്ന് പോകുമ്പോ താറാവ് കുഞ്ഞ് എന്ത് കണ്ടു? ഒരു പച്ചക്കറിക്കട കണ്ടു. അപ്പോ അവിടെ നല്ല ചുവന്ന തുടുത്ത തക്കാളി ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോ താറാവ് കുഞ്ഞിന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഇത് എന്റെ തത്തപ്പെണ്ണിന്റെ ഇഷ്ടപ്പെട്ട പച്ചക്കറിയാണല്ലോ. അപ്പൊ ഇത് ഒരെണ്ണം മേടിച്ചിട്ട് തത്തപ്പെണ്ണിനെ കാണുമ്പോ കൊടുക്കാ. തത്തപ്പെണ്ണിന് സന്തോഷമാവെന്ന് വിചാരിച്ചിട്ട് എന്ത് വാങ്ങിച്ചു? ഒരു തക്കാളി വാങ്ങിച്ചു. പിന്നെയും അങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോകുമ്പോ ഒരു ഫ്രൂട്ട്സ് കട കണ്ടു. അവിടെ എന്തുണ്ടായിരുന്നു? തണ്ണിമത്തൻ. അത് കണ്ടപ്പോഴും താറാവ് കുഞ്ഞിന് സന്തോഷായി. തന്റെ തത്തപ്പെണ്ണിന്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആണല്ലോ തണ്ണിമത്തൻ. അങ്ങനെ ഒരു കുഞ്ഞു തണ്ണിമത്തനും വാങ്ങിച്ചു. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോ എന്ത് കണ്ടു? നല്ല ഭംഗിയുള്ള പൂക്കള കട. അവിടെ താമരപ്പൂവ്, തത്തപ്പെണ്ണിന്റെ ഇഷ്ടപ്പെട്ട താമരപ്പൂ, അതും വാങ്ങിച്ച് അങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുമ്പോ പെട്ടെന്നൊരു തെങ്ങിന്റെ മുകളിൽ നിന്ന് തത്തപ്പെണ്ണിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ താറാവ് കുഞ്ഞിനങ്ങ് സന്തോഷായി. അങ്ങനെ താറാവ് കുഞ്ഞ് വിളിച്ചു, തത്തപ്പെണ്ണേ ഓടിവായോ, വേഗം വായോ, നിന്റെ താറാവ് കുഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് എന്തെല്ലോ ആണ് കൊണ്ടുവന്നിട്ടുള്ള നോക്കൂ എന്നാണ്. അങ്ങനെ തത്തപ്പെണ്ണ് പാറി വന്ന് രണ്ടുപേരും കൂടെ സന്തോഷം കൊണ്ട് അങ്ങ് മറിഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നു കുറച്ച് സമയം. അങ്ങനെ താറാവ് കുഞ്ഞ് എന്തെല്ലോ കൊടുത്തു? താമരപ്പൂവ്, തണ്ണിമത്തൻ, തക്കാളി. എല്ലാവർക്കും മാം എന്ന് പറഞ്ഞ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടോ? അങ്ങനെയെങ്കിൽ മാം കുറച്ച് കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, ദെൻ താറാവ് കുഞ്ഞിന്റെ ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏതായിരുന്നു എന്ന് പറഞ്ഞേ? തക്കാളി. 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 വെരി ഗുഡ്. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതായിരുന്നു? തണ്ണിമത്തൻ. തണ്ണിമത്തൻ. ഇഷ്ടപ്പെട്ട പൂവ് ഏതായിരുന്നു? താമര. എന്തായിരുന്നു? താമര.
താമര. അപ്പോ നമ്മൾ ഈ കഥയിൽ കൂടെ കുറെ പുതിയ വാക്കുകൾ പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെയായിരുന്നു? താറാവ്, താറാവ്. തക്കാളി, തക്കാളി. തണ്ണിമത്തൻ, തണ്ണിമത്തൻ. താമര. പിന്നെ ആരാണിത്? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പക്ഷിയല്ലേ? തത്ത, തത്ത. ഇനി അപ്പൊ നമ്മൾ ഇന്ന് കേട്ട പുതിയ അക്ഷരം ഏതാണ്? എല്ലാ വാക്കുകളിലും കോമൺ ആയ ഒരു അക്ഷരം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതേതാണ്? ത. ഏതാണ് താന്ന് മാമ പറഞ്ഞു തരട്ടെ? ഇതാണ് നമ്മളെ താ. എല്ലാവർക്കും താൻ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുള്ള സിമ്പിളായ ഒരു അക്ഷരമാണ് താ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാ പഠിച്ചു. റായിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് വേറൊരു റാം കൂടെ ഇട്ടാൽ ആരാവും? താ. അതായത് താറാവ് കുഞ്ഞും തത്തപ്പെണ്ണും കെട്ടിപ്പിടിച്ചിരുന്നില്ല, അതേപോലെ റാവും വീണ്ടും ഒരു റാവും കൂടെ അങ്ങ് കെട്ടിപ്പിടിച്ചിരുന്നാൽ ആരാവും? താ. അപ്പൊ ഇതാണ് ത. ഇന്ന് നമ്മള് ആരൊക്കെ പരിചയപ്പെട്ടു? തത്ത, താമര, താറാവ്. അപ്പോ ഇത് ത. എങ്ങനെയാണ് ത? ഒരു റാട്ട് പിന്നെ ഒരു റാവും കൂടെ അങ്ങ് കെട്ടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താവും? ത. താമര, താറാവ്. ഇനി നമ്മൾക്കൊന്ന് എഴുതി നോക്കിയാലോ ഈ താന്? എങ്ങനെ എഴുതാം? ഇത് റാ. ഇനി ഈ റായിന്റെ കൂടെ വീണ്ടും ഒരു റാ എഴുതിയാൽ ആരാവും? താ. രോഹിൻ ഒന്ന് വന്ന് ശ്രമിച്ചു നോക്ക്, താ എഴുതാൻ പറ്റുമോ? Okay, good. Good try. Okay, very good, Rohan. അപ്പോ മാം എല്ലാവർക്കും ചെറിയൊരു വർക്ക്ഷീറ്റ് തരുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ? അതായത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ വാക്കുകൾ മാം ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് തരാം, നിങ്ങൾ പിന്നെ മാച്ച് ചെയ്യണം. തല, താമര, തത്ത, തവള. പിന്നെ ഇത് വരക്കണം, ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ വരക്കണം, ട്രേസ് ചെയ്യണം. അടുത്തത് താ വരുന്ന, ഇതിൽ ഒരുപാട് അക്ഷരങ്ങൾ മാം തന്നിട്ടുണ്ട്, അതിന് താനെ കളർ ചെയ്യണം. എല്ലാവരും വേഗം ചെയ്താട്ടെ. ഓക്കെ ഓക്കെ, ഹറിയ. യു ക്യാൻ യൂസ് എനി കളർ, ഏത് കളറും യൂസ് ചെയ്യാം, ഇഷ്ടപ്പെട്ട കളർ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓ ഫാസ്റ്റ്, എല്ലാവർക്കും കഴിഞ്ഞു. ഗുഡ് ഗുഡ്, ലെറ്റ് മീ ചെക്ക്. വാവ്, എല്ലാരും നല്ല പോലെ ചെയ്തിട്ടുണ്ട്, നല്ല മക്കളാണ്. മാമിന്റെ കഥയൊക്കെ മക്കള് നന്നായിട്ട് കേട്ടിരുന്നിട്ട്. ഓക്കെ, മാമ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുഞ്ഞു മിഠായി എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം. നല്ല മക്കളാണ്. ഓക്കെ, ഇനി മാമ് വർക്ക്ഷീറ്റ് ആയിട്ട് ഒരു ഹോംവർക്ക് കൂടെ തരുന്നുണ്ട്. ഇത് നിങ്ങൾ
വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? താ. താ താ തത്ത പറക്കും, താ താ താറാവ് നടക്കും, താ താ താമര ചിരിക്കും. താ എന്ന അക്ഷരം നല്ല പോലെ എഴുതി പഠിക്കും. ഒന്നും കൂടെ പഠിക്കേ. താ താ തത്ത പറക്കും, താ താ താമര ചിരിക്കും, താ താ താറാവ് നടക്കും. താ എന്ന അക്ഷരം നല്ല പോലെ എഴുതി പഠിക്കും. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കും. എല്ലാവരും പഠിച്ചു അല്ലേ? വാവ്, വെരി ഗുഡ്. ഓക്കെ, എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, then see you. Bye bye.